ഇന്ന് നമുക്ക് ദൈവത്തെ അറിയുന്നതിന്റെ അനുഗ്രഹം എന്ന ശീർഷകത്തിലൂടെ ദൈവവചനം പഠിക്കാം. ഇക്കാലത്ത് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ എല്ലാത്തരം ദുരന്തങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ബഹുജന മാധ്യമങ്ങളിലൂടെ നാം കേൾക്കുന്നു. കൊറോണ വൈറസിനൊപ്പം പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നുണ്ട്. ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ട്. ലോകമെമ്പാടുമുള്ള വിവിധ ദുരന്തങ്ങൾ കാരണം എല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും നിർത്തിവയ്ക്കുകയും മതപരമായ ഒത്തുചേരലുകൾ പരിമിതപ്പെടുത്തുകയും ചെയ്തു. നിലവിലെ സാഹചര്യം നിമിത്തം എല്ലാം നിയന്ത്രിക്കപ്പെട്ടതായി തോന്നുന്നു. സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ ശേഖരിക്കുവാനുള്ള മാർഗം എനിക്ക് എന്തെങ്കിലും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുമ്പോഴും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുക എന്ന് ഞാൻ ചിന്തിച്ചു. മറ്റേത് ഒരു കാലത്തേക്കാളും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ഈ യുഗത്തിലുണ്ട്. ആളുകൾ നിർമ്മിക്കുവാൻ വളരെയധികം സമയം ചെലവഴിച്ച ആഡംബര വീടുകൾ ഒറ്റരാത്രി കൊണ്ട് മണ്ണിടിച്ചിലിൽ പെടുകയും ചിലത് കനത്ത മഴയിൽ ഒലിച്ചു പോകുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. ആളുകൾക്ക് മിക്കവാറും എല്ലാ വസ്തുവകളും നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഈ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവരുടെ വേദന എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഒരു വീടിനായി സമ്പാദിക്കുന്നതിനും വിരമിച്ചതിനുശേഷം സുഖപ്രദമായ ജീവിതം ആസ്വദിക്കുന്നതിനും ആളുകൾ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായി എത്രത്തോളം ചെലവഴിക്കുന്നുവെന്ന് വർഷങ്ങളായി വെട്ടിക്കുറയ്ക്കുന്നു. എന്നാൽ ഒരു പ്രഭാതത്തിൽ ഒരു പ്രകൃതി ദുരന്തത്തിൽ അവരുടെ വീടുകൾ നശിപ്പിക്കപ്പെട്ടു. ഈ ദുരന്തം കാണുമ്പോൾ നാളത്തെ ദിവസം ചൊല്ലി ഫരശംസായിക്കരുത്. ഈ ലോകത്തിൻ്റേത് താൽക്കാലികമാണ്, എന്നാൽ സ്വർഗത്തിലുള്ളതോ ശാശ്വതമാണ് എന്ന ദൈവത്തിൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കപ്പെടുകയല്ലാതെ എനിക്ക് സഹായിക്കാനായില്ല. പകർച്ചവ്യാധി മൂലം കുടുംബയോഗങ്ങൾ പോലും പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ അയൽക്കാരുമായി കൂടിക്കാഴ്ച നടത്തുവാൻ പോലും കഴിയില്ല. ലോകമെമ്പാടും നാം ഈ സാഹചര്യം അനുഭവിക്കുന്നു. മനുഷ്യരാശിയുടെ ഭാവി ദൈവം അറിയുന്നതിനാൽ വേദനയോ ദുഃഖമോ വിലാപമോ മരണമോ ഇല്ലാത്ത മഹത്തായ സ്വർഗരാജ്യം അവിടുന്ന് സൃഷ്ടിക്കുകയും ഒരുക്കുകയും ചെയ്തില്ലേ? ഈ മഹത്തായ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ആരുടെ മാർഗനിർദ്ദേശമാണ് ലഭിക്കേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ ഈ യുഗത്തിൽ നമുക്ക് ആത്മാവിന്റെയും മണവാട്ടിയുടെയും മാർഗനിർദ്ദേശം ലഭിക്കണം. ആത്മാവിനാലും മണവാട്ടിയാലും നയിക്കപ്പെടേണ്ടതിന് അവിടുന്ന് ആരാണെന്ന് നാം ആദ്യം അറിയണം. മനുഷ്യരാശിയുടെന്മേൽ വരുന്ന വിപത്തുകളെക്കുറിച്ച് ദൈവത്തിന് നന്നായി അറിയാവുന്നതിനാൽ അവിടുന്ന് മനോഹരമായ ഒരു ലോകം, സ്വർഗരാജ്യം തയ്യാറാക്കുകയും നമുക്കെല്ലാവർക്കും അവിടേക്ക് പോകുവാൻ വഴിയൊരുക്കുകയും ചെയ്തു. ദൈവം സ്വയം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് നയിക്കുന്നു. ചിലപ്പോൾ ദൈവം ഒരു വഴിയാത്രക്കാരനായും മറ്റു സമയങ്ങളിൽ ഒരു സാധാരണ മനുഷ്യനായും പ്രത്യക്ഷപ്പെട്ടു. ദൈവം നമുക്ക് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടാലും സിയോൻ മക്കളായ നമുക്ക് നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയണം. ഇപ്പോൾ ഈ യുഗത്തിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. സന്ദേശം കേൾക്കുകയും പഠിപ്പിക്കലുകൾ സ്വീകരിക്കുകയും ചെയ്തവരും മനസ്സിലാക്കാത്തവരുമുണ്ട്. അതിനു കാരണം ദൈവം ഓരോ മനുഷ്യനും പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടുന്ന് നമ്മുടെ വിശ്വാസത്തെ വ്യത്യസ്ത രീതിയിലാണ് പരിശോധിക്കുന്നത്. യെശയ്യാവ് അധ്യായം 8 എഴുതിയിരിക്കുന്നതുപോലെ ദൈവം അനേകർക്ക് പ്രത്യക്ഷനാകുമ്പോൾ എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിനും രണ്ടിനും അവൻ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും യെരൂശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കെണിയും ആയിരിക്കും. പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുടുങ്ങി പിടിപ്പെടുകയും ചെയ്യും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ജഡത്തിൽ വന്ന ദൈവത്തെ നോക്കുമ്പോൾ എന്തു കണ്ടാലും അവസാനം വരെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ലോകത്തിലെ ആളുകൾ ദൈവത്തെ വീക്ഷിക്കുന്ന രീതി കണക്കിലെടുക്കുമ്പോൾ ദൈവം നമ്മുടെ വിശ്വാസം പരീക്ഷിച്ചപ്പോൾ നാം അവരെ പോലെ ആയിരുന്നില്ലേ?
ഈ യുഗത്തിലും നമുക്ക് പതിനായിരക്കണക്കിന് അത്ഭുതങ്ങൾ കാണിക്കുവാൻ പര്യാപ്തമായ സർവശക്തനും ശക്തനുമാണ് ദൈവം. എന്നിട്ടും ദൈവം ആ വഴി തിരഞ്ഞെടുത്തില്ല. അതിനു പകരം ദൈവം ഇപ്പോൾ നിശബ്ദമായി ഒരു എളിയ രൂപത്തിൽ നമ്മെ നയിക്കുന്നു. ദൈവം ജഡത്തിൽ ആയിരിക്കുമ്പോൾ അവിടുന്ന് ഓരോ വ്യക്തിയുടെയും വിശ്വാസം പരീക്ഷിക്കുകയാണ്. 3500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേല്യർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തേക്കാണ് പോയത്. അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ ആവർത്തന പുസ്തകം അധ്യായം 8 ദൈവം അവരോട് എന്താണ് പറഞ്ഞത്? ഇസ്രായേല്യർ ദൈവത്തിൽ വിശ്വസിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിനായി അവരെ ആ സാഹചര്യത്തിലാക്കിയിരിക്കുകയാണെന്ന് ദൈവം പറഞ്ഞു. ചിലപ്പോൾ ദൈവം അവരെ താഴ്ത്തി വരണ്ട ദേശത്തേക്ക് നയിച്ചു. ചിലപ്പോൾ ദൈവം ഭക്ഷണമില്ലാത്ത ഒരു വരണ്ട ദേശത്തിലൂടെ അവരെ നയിച്ചു. മറ്റ് സമയങ്ങളിൽ ദൈവം സമൃദ്ധമായ ഭക്ഷണം നൽകുകയും ഒരു പാറയിൽ നിന്ന് വെള്ളം ഒഴുകുവാൻ അനുവദിക്കുകയും ചെയ്തു. 40 വർഷക്കാലം അവിടുത്തെ മക്കൾ അവരുടെ സാഹചര്യങ്ങളോട് എങ്ങനെ പെരുമാറുകയും ഇടപെടുകയും ചെയ്തുവെന്ന് വിവിധ സാഹചര്യങ്ങളിലൂടെ ദൈവം നിരീക്ഷിച്ചു. മരുഭൂമിയിലെ 40 വർഷത്തെ യാത്ര യാഥാർത്ഥ്യത്തിന്റെ നിഴലായി പ്രവർത്തിക്കുന്നു. നാം ഇപ്പോൾ നടക്കുന്നത് അതാണ് വിശ്വാസത്തിന്റെ മരുഭൂമി. വാസ്തവത്തിൽ നാം ഇപ്പോൾ സ്വർഗത്തിലേക്ക് നടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവിതം നയിക്കുന്നു. നാം എത്രമാത്രം അവിടുത്തെ അറിയുന്നുവെന്നും സാഹചര്യങ്ങൾ പരിഗണിക്കാതെ നാം നമ്മുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുമോ ഇല്ലയോ എന്നും കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അബ്രാഹാം ദൈവത്തെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്തു. സക്കേവൂസ് ദൈവത്തെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്തു. ശതാധിപൻ ദൈവത്തെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്തു. മറിയം ദൈവത്തെ തിരിച്ചറിഞ്ഞ് സുഗന്ധദ്രവ്യത്തിന്റെ കലശം എടുത്ത് ക്രിസ്തുവിന്റെ പാദങ്ങളിൽ ഒഴിച്ചപ്പോൾ അവൾ ചെയ്തെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം പറയപ്പെടുമെന്ന് അവിടുന്ന് പറഞ്ഞു. ദൈവത്തെ തിരിച്ചറിഞ്ഞവർ എത്ര ഭാഗ്യവാന്മാരാണ്! അവരിലൂടെ ഈ യുഗത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവം വിലയേറിയ ഉപദേശം നൽകുന്നു. നമുക്ക് 1 പത്രോസ് അധ്യായം 2 നോക്കാം. 1 പത്രോസ് അധ്യായം 2 വാക്യം 6. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കൽ സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. അവനിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്നു എഴുതിയിരിക്കുന്നു. നേരെമറിച്ച് വിശ്വസിക്കാത്തവർക്ക് ലജ്ജയും അവഹേളനവും നിത്യശിക്ഷയും അവർക്കായി കാത്തിരിക്കുന്നു. വാക്യം 7 വായിക്കാം. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്താണുള്ളത്? അതാണ് മാന്യതയുണ്ട്. ജഡത്തിൽ വന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവിടുന്ന് അമൂല്യനാണ്. വിശ്വസിക്കാത്തവർക്കോ വീടുപണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലു തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായിത്തീർന്നു. അവൻ വചനം അനുസരിക്കായ്കയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വച്ചുമിരിക്കുന്നു. വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിശ്വസിക്കുന്നവരാണ് ദൈവത്തെ അറിയുന്നവർ. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ എങ്ങനെയാണ് ദൈവത്തെ സേവിച്ചത്? സക്കേവൂസ് എങ്ങനെയാണ് ദൈവത്തോട് പെരുമാറിയത്? 12 വർഷമായി രക്തസ്രാവത്തിന് വിധേയയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എങ്ങനെയാണ് ദൈവത്തോട് പെരുമാറിയത്? ശതാധിപൻ എങ്ങനെയാണ് ദൈവത്തോട് പെരുമാറിയത്? മറിയം എങ്ങനെയാണ് ദൈവത്തോട് പെരുമാറിയത്? ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ അറിയാത്തവരുമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം അവരുടെ നിധിയാണ്. എന്നിരുന്നാലും വിശ്വസിക്കാത്തവർക്ക് ദൈവം ഇടർച്ച വരുത്തുന്ന കല്ലും അവരെ വീഴിക്കുന്ന ഒരു പാറ, ഒരു കുടുക്കും, ഒരു കെണി എന്നിവയാണ്. ദൈവത്തെക്കുറിച്ചുള്ള സകലവും അവരെ വീഴിക്കുന്ന ഒരു പാറയായിത്തീരും. നമുക്ക് ഉൽപ്പത്തി അധ്യായം 18 പോകാം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ചു പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നതു കണ്ടു. ദൈവം അബ്രഹാമിന്റെ ഭവനത്തെ സന്ദർശിക്കാൻ ജഡത്തിൽ വന്നു.
അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നുപോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്നു നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പ് അടക്കിയിട്ടു നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറിവന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രാഹാം ബദ്ധപ്പെട്ടു കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവ് എടുത്തു കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രാഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. ഈ വാക്യത്തിൽ അബ്രഹാം ദൈവത്തോട് എങ്ങനെയാണ് പെരുമാറിയത്? അവൻ ദൈവത്തെ സേവിക്കുകയും അവനിൽ നിന്ന് അസാധാരണമായ ഒരു അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്തില്ലേ? നിന്റെ സന്തതി നക്ഷത്രങ്ങൾ പോലെ അനവധിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. തന്റെ രക്തരേഖ തുടരാൻ ഇസ്ഹാക്കിനെ അനുവദിക്കുകയും ധാരാളം കൃപയും അനുഗ്രഹങ്ങളും സ്വീകരിക്കുകയും ചെയ്തു. അബ്രഹാം ദൈവത്തെ അറിയുകയും വലിയ ഭക്തിയോടെ അവിടുത്തെ സേവിക്കുകയും ചെയ്തു. ബൈബിളിലൂടെ നമുക്ക് ഇത് സ്ഥിരീകരിക്കാം. ദൈവം ശക്തമായ ഒരു രൂപത്തോടെ വന്നപ്പോൾ അവിടുന്ന് ആരാണെന്ന് സംശയിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഇസ്രായേല്യരുടെ കാര്യത്തിലും ദൈവം അധികാരത്തോടും ഇടിനാദത്തോടും മിന്നലോടും കൂടെ സംസാരിച്ചപ്പോൾ എല്ലാവരും അവിടുത്തെ കൽപ്പന അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്തു. ദൈവം ഞങ്ങളോട് നേരിട്ടു സംസാരിക്കരുതേ, എന്നാൽ ഞങ്ങളോട് സംസാരിപ്പാൻ ഒരു പ്രവാചകനെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കണമേ എന്ന് ഭയത്തോടെ അവർ മോശയോട് പറഞ്ഞു. ഇങ്ങനെയാണ് പഴയ നിയമകാലങ്ങളിൽ ഇസ്രായേല്യർ ദൈവത്തോട് അപേക്ഷിച്ചത്. എന്നിരുന്നാലും പുതിയ നിയമകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരിലൂടെ അവിടുത്തെ വചനം ഉപദേശിച്ചില്ല. എന്നാൽ ജഡത്തിൽ ഭൂമിയിലേക്ക് വന്നു കൊണ്ട് ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് അവിടുന്ന് ഉപദേശിച്ചു. ഇന്നും ബൈബിളിലെ ഉപദേശങ്ങളിലൂടെ ദൈവം സിയോൻ മക്കളെയെല്ലാം ഉണർത്തുന്നു. ദൈവം ഭൂമിയിൽ വരികയും സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുകയും ചെയ്തിട്ടും അക്കാലത്ത് ജീവിച്ചിരുന്ന എല്ലാവരും അവിടുത്തെ ദൈവമായി കണക്കാക്കിയിരുന്നു. 1 പത്രോസ് അധ്യായം 2 എഴുതിയിരിക്കുന്നതുപോലെ, വിശ്വസിക്കുന്ന നിങ്ങൾക്കു ഈ കല്ലു അമൂല്യമാണ്. എന്നാൽ വിശ്വസിക്കാത്തവർക്ക് മനുഷ്യരെ ഇടറിക്കാൻ ഇടയാക്കുന്ന കല്ലും അവരെ വീഴാൻ ഇടയാക്കുന്ന പാറയും 2 തരങ്ങൾ തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ട്. ആകാശത്തുനിന്നുള്ള ഇടിനാദം പോലെയോ മേഘസ്രോതസ് പോലെയോ ആളുകൾക്ക് അവിടുത്തെ എളുപ്പത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവത്തിന് വരുവാൻ കഴിയുമായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് അവിടുന്ന് അങ്ങനെ ചെയ്യാതിരുന്നത്? ദൈവത്തിന് തീർച്ചയായും മഹത്വപൂർണമായ ഒരു വിധത്തിൽ ഭൂമിയിൽ വരുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ ആളുകൾക്ക് അവിടുത്തെ ശക്തിയേറിയ രൂപത്തിലൂടെ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞ്, അയ്യോ, അവിടുന്ന് തീർച്ചയായും ദൈവമാണ് എന്ന് പറയുമായിരുന്നു. എന്നിരുന്നാലും അവിടുന്ന് ഇങ്ങനെയല്ല വന്നത്. അതിനു പകരം അവിശ്വസിച്ചവർക്ക് അവിടുന്ന് അവരെ വീഴിക്കുന്ന ഒരു കല്ലും പാറയും ആയിത്തീർന്നു. ഇക്കാരണത്താൽ ദൈവം എങ്ങനെ നമ്മുടെ അടുക്കൽ വന്നാലും നമുക്ക് എപ്പോഴും ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയണം. ആർക്കു മാത്രമാണ് ദൈവം വരുമ്പോൾ അവിടുത്തെ തിരിച്ചറിയുവാൻ സാധിക്കുന്നത്? ദൈവത്തിന്റെ മക്കൾക്കു മാത്രമേ ദൈവത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ മക്കൾക്കു മാത്രമേ ദൈവം കാണുവാൻ കണ്ണുകളും കേൾക്കുവാൻ ചെവികളും മനസ്സിലാക്കുവാൻ ഹൃദയങ്ങളും നൽകിയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവമക്കളല്ലാത്തവരുടെ കാര്യമോ? ദൈവമർമ്മം മനസ്സിലാക്കുവാൻ ദൈവം അവരെ അനുവദിച്ചോ? ഇല്ല. അവർക്ക് കണ്ണുകൊണ്ടു കാണാനോ ചെവികൊണ്ടു കേൾക്കാനോ ഹൃദയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനോ കഴിയാത്ത വിധമാണ് ദൈവം അതുണ്ടാക്കിയത്. ദൈവത്തെ അറിയുന്നവർക്ക് അവിടുത്തെ മക്കളാകുവാൻ അവകാശമുണ്ട്. അബ്രാഹാം, സക്കേവൂസ്, ശതാധിപൻ, മറിയം എന്നിവരെ പോലെ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം അവരെ അനുവദിച്ചു.
ദൈവത്തിന്റെ അനുഗ്രഹത്തിൻ കീഴിൽ ജീവിക്കുവാൻ എത്രമാത്രം ഭാഗ്യവാന്മാരാണ് നാം എന്ന് ശരിക്കും തിരിച്ചറിയണം. ദൈവം ഈ ഭൂമിയിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് അവിടുന്ന് തേജസ്സിന്റെയും മഹത്വത്തിന്റെയും പൂർണ്ണ വ്യാപ്തി പ്രദർശിപ്പിക്കാതെ അവയെല്ലാം ജഡത്തിന്റെ കൂടാരത്തിനു പിന്നിൽ മറച്ചുവച്ചത്? ദൈവം അവിടുത്തെ തേജസ് മറച്ചുവെച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിലും അവിടുത്തെ ആടുകളെക്കുറിച്ച് അവിടുന്ന് എന്താണ് പറഞ്ഞത്? അവർക്കെല്ലാവർക്കും അവിടുത്തെ അറിയാം. നമുക്ക് യോഹന്നാൻ അധ്യായം 10 നോക്കാം. യോഹന്നാൻ അധ്യായം 10 വാക്യം 24. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്കു സാക്ഷ്യം ആകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായ്കയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ അവർ എന്താണ് ചെയ്യുന്നത്? അവർ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്കു നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്നു പിടിച്ചുപറിക്കുകയും ഇല്ല. നിങ്ങൾ എന്റെ ആടുകളല്ലാത്തതിനാൽ സ്വർഗത്തിലേക്കുള്ള വഴി നിങ്ങളെ കാണിക്കുവാനാണ് ഞാൻ വന്നതെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ദൈവം മനുഷ്യരൂപത്തിലാണ് ഭൂമിയിലെത്തിയതെങ്കിലും അപ്പോസ്തലന്മാരായ യോഹന്നാനെയും പത്രോസിനെയും പോലെ മുൻകാല സഭയിലെ വിശുദ്ധന്മാർ യേശുക്രിസ്തു ആരാണെന്ന് അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തു. നേരെമറിച്ച് ഒരേ യുഗത്തിൽ ജീവിച്ചിരുന്ന യഹൂദന്മാരും പരീശന്മാരും ന്യായപ്രമാണിമാരും യേശുവിനെ ദൈവമായി സ്വീകരിച്ചില്ല. വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? നമുക്ക് യോഹന്നാൻ അധ്യായം 6 പോകാം. യോഹന്നാൻ അധ്യായം 6 വാക്യം 42. ഇവൻ യോസേഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു. ഉപജീവനത്തിനായി യോസേഫ് എന്താണ് ചെയ്തത്? അവൻ ഒരു തച്ചനായിരുന്നു. യേശുവിന്റെ ഭൗതിക പിതാവായ യോസേഫ് ഒരു തച്ചനായിരുന്നു. അവൻ ഒരു തച്ചന്റെ മകനല്ലേ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ ഇപ്പോൾ എങ്ങനെ പറയാൻ കഴിയും? അവൻ വിഡ്ഢിത്തമാണ് സംസാരിക്കുന്നത്. അവന് അത് എങ്ങനെ പറയാൻ സാധിക്കും? ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് ആളുകളെ തടഞ്ഞ ഘടകങ്ങൾ ഇവയായിരുന്നു. ഇപ്പോൾ ഈ യുഗത്തിൽ ഒരു തച്ചന്റെ മകനായി ഭൂമിയിലേക്ക് വന്നാലും ദൈവത്തെ സ്വീകരിക്കുവാൻ കഴിയുന്ന വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ബൈബിളിലെ 66 പുസ്തകങ്ങളിലെ എല്ലാ പ്രവചനങ്ങളും അവിടുത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർ വിശ്വസിച്ചില്ല. യേശു ഒരു കഴുതപ്പുറത്ത് കയറി യെരൂശലേമിൽ പ്രവേശിച്ചു. അവിടുന്ന് ഒരു കന്യകയിലൂടെ ജനിക്കുകയും ബെത്ലഹേമിൽ ജനിക്കുകയും ചെയ്തു. നിരവധി പ്രവചനങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിരുന്നാലും അവന്റെ പിതാവ് ഒരു ദരിദ്ര തച്ചനാണ്. ഒരു തച്ചന്റെ മകൻ താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും? ഇങ്ങനെയാണ് അവർ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത്. ഈ യുഗത്തിലും അതേ സാഹചര്യം ആവർത്തിക്കുന്നു. ഇതേ കാരണങ്ങളാലാണ് ഭൂമിയിലേക്ക് വന്ന ദൈവത്തെ അറിയാനോ സ്വീകരിക്കാനോ അവർക്ക് കഴിയാത്തത്. നമുക്ക് മത്തായി അധ്യായം 27 വാക്യം 50 പോകാം. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. യേശു ക്രൂശിക്കപ്പെട്ട് മരിക്കുന്നതിന്റെ രംഗമാണിത്. മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് വന്ന അവിടുന്ന് ദൈവമായിരുന്നു. എന്നാൽ അവിടുന്ന് ക്രൂശിക്കപ്പെട്ടു. അത് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഒന്നാണ്. ശരി, നിങ്ങളുടെ ദൈവം ക്രൂശിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിരുന്നില്ലേ? അവരിൽ എത്ര പേർക്ക് അവരുടെ വിശ്വാസം മുറുകെ പിടിക്കുവാൻ കഴിയും? അവിടുന്ന് ഒരു തച്ചന്റെ മകനായിരുന്നെങ്കിലും മനുഷ്യരാശിയുടെ പാപത്തിനുവേണ്ടി ക്രൂശിക്കപ്പെട്ടിരുന്നുവെങ്കിലും വാസ്തവത്തിൽ അവിടുന്ന് ആരാണ്? അവിടുന്ന് നമ്മുടെ ദൈവമാണ്. ഇത്തരത്തിലുള്ള വിശ്വാസമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്.
യേശുവിന്റെ ഒന്നാം വരവിന്റെ സാഹചര്യം നാം മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ രണ്ടാം വരവിൽ എന്തു സംഭവിക്കുമെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്റെ ആടുകൾ എന്നെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കും എന്ന് യേശു പറഞ്ഞു. വിശ്വസിക്കാത്തവർക്ക് രക്ഷകൻ അവരെ ഇടറിക്കുന്ന കല്ലും വീഴിക്കുന്ന പാറയുമാണെന്നും അവിടുന്ന് പറഞ്ഞു. ദൈവത്തെ ശരിയായി തിരിച്ചറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 12 ശിഷ്യന്മാരെ പോലെ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. സ്വർഗരാജ്യത്തിൽ നിങ്ങൾ എന്റെ മേശയിങ്കൽ വെച്ചു തിന്നുകയും കുടിക്കുകയും ചെയ്യും. നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ മേൽ ഭരണം നടത്തും. നിങ്ങൾ സ്വർഗത്തിലെ രാജകീയ പുരോഹിതവർഗമായി വാഴും. ഇനി വേദനയോ ദുഃഖമോ വിലാപമോ മരണമോ ഇല്ലാത്തതും സമാധാനവും തേജസ്സും നിത്യസന്തോഷവും ഉള്ള ലോകത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും. ദൈവം ഈ അനുഗ്രഹങ്ങൾ ആർക്കും മാത്രം നൽകിയില്ല. മിസ്രയീമിൽ നിന്ന് പുറത്തുവന്ന 20 അതിൽ കൂടുതലോ പ്രായമുള്ള 6 ലക്ഷം ഇസ്രായേല്യരിൽ 2 പുരുഷന്മാർ മാത്രമാണ് സുരക്ഷിതമായി കനാൻ ദേശത്ത് പ്രവേശിച്ചത്. വഴിയിൽ മറ്റെല്ലാവരും വിവിധ സാഹചര്യങ്ങളാൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇക്കാലത്ത് നാം ദൈവത്തിന്റെ ഭൗതിക രൂപത്തിലേക്ക് നോക്കുമ്പോൾ ചിലർ ഒരു തച്ചന്റെ രൂപത്തെ കാണുന്നു. മറ്റുള്ളവർ അവിടുന്ന് തച്ചനാണെങ്കിലും അവിടുത്തെ ദൈവമായി കാണുന്നു. അവിടുത്തെ സ്വന്തം സൃഷ്ടിയാൽ അവനെ ക്രൂശിൽ വധിച്ചുവെങ്കിലും ചിലർ അവിടുത്തെ ദൈവമായി വീക്ഷിച്ചു. എന്നാൽ മറ്റുള്ളവർ അവിടുത്തെ ഈ ലോകത്തിന്റെ ശക്തികളെ ജയിക്കാൻ കഴിയാത്ത ഒരു ദുർബലനായ മനുഷ്യനായി കണക്കാക്കി. എന്നിരുന്നാലും എല്ലാ പ്രവചനങ്ങളും നിറവേറ്റുന്നതിനും നമ്മുടെ പാപങ്ങൾക്കു വേണ്ടിയുള്ള പാപപരിഹാരത്തിനുമായി ക്രിസ്തു അത്തരമൊരു ജീവിതം നയിച്ചുവെന്ന് നാം മനസ്സിലാക്കി. ദൈവം ഒരു തച്ചന്റെ മകനായി വന്നു. അവിടുന്ന് ക്രൂശിക്കപ്പെട്ടു. ഒരു ദുർനടപ്പുകാരനായി മുദ്രകുത്തപ്പെട്ടു. ആളുകളാൽ അറിയപ്പെടാതെ വിദ്യാഭ്യാസമില്ലാത്തവനായി. അവിടുത്തെ കുടുംബം അവിടുത്തെ വിശ്വസിച്ചില്ല. അവിടുത്തെ മനസ്സിന് പുറത്താണെന്ന് കരുതി അവിടുത്തെ മുറുകെ പിടിക്കാൻ ശ്രമിച്ചു. കൂടാതെ യഥാർത്ഥത്തിൽ അവിടുത്തെ വിശ്വസിച്ചവരെ ആളുകൾ നിരന്തരം ഉപദ്രവിച്ചു. എന്നിട്ടും ഇതെല്ലാം വകവയ്ക്കാതെ അവിടുന്ന് ആരായിരുന്നു? അവിടുന്ന് നമ്മുടെ ദൈവമായിരുന്നു. എന്നിരുന്നാലും ആളുകൾ യേശുവിനെ കാണുമ്പോഴെല്ലാം അവിടുന്ന് ദൈവമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടുന്ന് ഇത്ര കഠിനമായി ഉപദ്രവിക്കപ്പെടുന്നത് എന്ന് അവർ ചിന്തിച്ചു. അവിടുന്ന് ദൈവമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടുത്തെ സ്വന്തം കുടുംബം അവിടുത്തെ വിശ്വസിക്കാത്തത്? അവിടുന്ന് ദൈവമാണെങ്കിൽ അവിടുന്ന് മനസ്സിന് പുറത്താണെന്ന് എങ്ങനെ കരുതുന്നു? അവിടുന്ന് ലോകജനതയാൽ ക്രൂശിക്കപ്പെട്ട ഒരു ശക്തിയില്ലാത്ത മനുഷ്യൻ ആയിരുന്നില്ലേ? നമ്മുടെ ദൈവം സർവശക്തനാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ. എല്ലാത്തരം അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ അവിടുന്ന് കഴിയും. എന്നിരുന്നാലും ജഡത്തിൽ അവിടുന്ന് നിർവഹിക്കുന്ന വേലയിലേക്ക് ആളുകൾ നോക്കുമ്പോൾ അവിടുന്ന് അവരുടെ കണ്ണുകളിൽ വളരെ ദരിദ്രനായി കാണപ്പെട്ടു. അവിടുന്ന് യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവമാണോ എന്ന് അവർ ആശ്ചര്യപ്പെട്ടു. മുൻകാല സഭയുടെ ദിവസങ്ങളിൽ ദൈവത്തെ തിരിച്ചറിയുന്നതിൽ നിന്ന് ആളുകളുടെ കണ്ണുകളെ മൂടിയ സാഹചര്യങ്ങളായിരുന്നു ഇവ. ഇതേ രീതിയിൽ ഈ യുഗത്തിലും അപവാദം പറയുന്നവർ നമ്മെ തടയാൻ ശ്രമിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ദൈവം അമൂല്യനാണ്. എന്നാൽ വിശ്വസിക്കാത്തവർക്ക് ഇടറാൻ ഇടയാക്കുന്ന കല്ലും വീഴാൻ ഇടയാക്കുന്ന പാറയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യെശയ്യാവ് അധ്യായം 8 മറ്റൊരു വാക്യം നമുക്ക് നോക്കാം. വാക്യം 13. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ, അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. എന്നാൽ അവൻ ഒരു വിശുദ്ധമന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവൻ എന്തായിരിക്കും? അവൻ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും യെരൂശലേം നിവാസികൾക്ക് എന്തായിരിക്കും? ഒരു കുടുക്കും കെണിയും ആയിരിക്കും. ദൈവം മഹത്വപൂർണമായ തേജസ്സോടെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ ദൈവത്തിനെതിരെ സംസാരിക്കുവാൻ ആർ ധൈര്യപ്പെടും? ആരെങ്കിലും അവിടുത്തെ കുരിശിൽ തറയ്ക്കുകയോ അവിശ്വാസിയായി മുദ്രകുത്തി അവിടുത്തെ അപമാനിക്കുകയോ ചെയ്യുമോ? അവിടുത്തെ മേൽ തുപ്പാനോ അവിടുത്തെ അടിക്കാനോ ആരാണ് ധൈര്യപ്പെടുക? അവിടുത്തെ കല്ലെറിയുവാൻ ശ്രമിക്കുന്ന അത്തരം ഒരു ദുഷിച്ച പ്രവൃത്തി ചെയ്യാൻ ആർക്കാണ് ധൈര്യമുണ്ടാവുക?
അത്രമാത്രം അവർ അവിടുത്തെ വിശ്വസിച്ചിരുന്നില്ല. ദൈവം അവിടുത്തെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്താൻ കഴിയുന്നതെല്ലാം മറച്ചുവെച്ചു. യെശയ്യാവ് അദ്ധ്യായം 8 കല്ല് എന്തായിരിക്കും? വിശ്വസിക്കാത്തവർക്ക് ക്രിസ്തു ഒരു പരീക്ഷണ കല്ലും ആളുകളെ ഇടറിക്കുന്ന കല്ലും ഒരു കുടുക്കും കെണിയും ആയിരിക്കും. നമ്മുടെ സുവിശേഷം നയിക്കുന്നത് പിതാവും മാതാവുമാണ്. ഇപ്പോൾ വരെ ചിലർ നമ്മുടെ സഭയിൽ വന്നിരിക്കാം, മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് അനേകർ അവിടെ ഒഴുകുന്നു. ഞാനും അവരോടൊപ്പം ചേരണമോ? എന്നാൽ ഇപ്പോൾ മുതൽ ദൈവം ഗോതമ്പിൽ നിന്ന് എന്ത് വേർതിരിക്കും? അവിടുന്ന് കളകളെ ഗോതമ്പിൽ നിന്നും വേർതിരിക്കും. മത്തായി അദ്ധ്യായം 13 മോശമായ മത്സ്യത്തെയും നല്ല മത്സ്യത്തെയും ദൈവം എന്തു ചെയ്യും? ദൈവം ഇരുവരെയും വേർതിരിക്കുകയും ദുഷ്ടന്മാരെ പുറത്താക്കുകയും ചെയ്യും. ഈ പ്രക്രിയയിൽ ആളുകൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കും. റോമൻ പടയാളികൾ ക്രിസ്തുവിനെ പിടികൂടിയപ്പോൾ അവിടുന്ന് ബലഹീനനും ദുർബലനുമായി കാണപ്പെട്ടു. യേശുവിനെ സംരക്ഷിക്കാനായി പത്രോസ് വാൾ വലിച്ചപ്പോൾ മറ്റ് ശിഷ്യന്മാർ വലിയ ഭയത്തോടെ ഓടിപ്പോയി. ആളുകൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരുന്നു ഇവ. ഇതേ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ മക്കളെക്കുറിച്ച് അവർ എന്തു പറയും? അവിടുന്ന് ഒരു തച്ചന്റെ മകനായിരുന്നെങ്കിലും അവിടുന്ന് നമ്മുടെ ദൈവമാണ്. അവിടുന്ന് ക്രൂശിക്കപ്പെട്ടുവെങ്കിലും അവിടുന്ന് നമ്മുടെ ദൈവമാണ്. അവിടുന്ന് ഒരു ദുർനടപ്പുകാരനായി മുദ്രകുത്തപ്പെട്ടുവെങ്കിലും അവിടുന്ന് നമ്മുടെ ദൈവമാണ്. അവിടുന്ന് ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും അവിടുന്ന് നമ്മുടെ ദൈവമാണ്. അവിടുന്ന് വിദ്യാഭ്യാസമില്ലാത്തവനായിരുന്നുവെങ്കിലും അവിടുന്ന് നമ്മുടെ ദൈവമാണ്. അവിടുന്ന് തന്റെ ഭൗതിക കുടുംബം ഉണ്ടായിരുന്നുവെങ്കിലും അവിടുന്ന് നമ്മുടെ ദൈവമാണ്. അവിടുന്ന് ഉപദ്രവിക്കപ്പെട്ടുവെങ്കിലും അവിടുന്ന് നമ്മുടെ ദൈവമാണ്. അവിടുത്തെ കുടുംബം അവിടുത്തെ മനസ്സിന് പുറത്താണെന്ന് കരുതിയെങ്കിലും അവിടുന്ന് നമ്മുടെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ എന്താണ് സംഭവിച്ചതെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? നമ്മൾ ഇത് ശ്രദ്ധാപൂർവം ചിന്തിക്കണം. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും ദൈവം കാണുന്നു. അവിടുത്തെ മക്കളുടെ രക്ഷയ്ക്ക് അനാവശ്യമായ ഏതെങ്കിലും വാക്കോ ഉപദേശമോ ദൈവം ബൈബിളിൽ ഉൾപ്പെടുത്തുമായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ദൈവത്തെ സ്വീകരിക്കുന്നതിലൂടെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തെ സ്വീകരിക്കുന്നതിലൂടെ പത്രോസ് അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തെ സ്വീകരിക്കുന്നതിലൂടെ സക്കേവൂസ് അനുഗ്രഹിക്കപ്പെട്ടു. രക്തസ്രാവത്തിന് വിധേയയായ സ്ത്രീ ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് ശതാധിപൻ അനുഗ്രഹിക്കപ്പെട്ടു. അവരെല്ലാവരും ദൈവത്തെ സ്വീകരിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അവരുടെ കാഴ്ചപ്പാട് ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ആളുകൾ ക്രിസ്തുവിനെ നോക്കിയപ്പോൾ അവിടുന്ന് സാധാരണക്കാരനായി കാണപ്പെട്ടു. ഇവൻ എങ്ങനെ ദൈവമാകുവാൻ സാധിക്കും? ഈ തച്ചൻ ശരിക്കും ദൈവമാണോ? അവൻ വിദ്യാസമ്പന്നനായിരുന്നില്ല, എന്നാൽ എവിടെ നിന്നാണ് അവന് അറിവ് ലഭിച്ചത്? ചുരുക്കിപ്പറഞ്ഞാൽ അവർ അവിടുത്തെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. ബലഹീനനും ദുർബലനുമായ ഒരുവനായി അവർ യേശുവിനെ നോക്കി. എന്നിരുന്നാലും യോഹന്നാൻ എന്താണ് പറഞ്ഞത്? അവിടുന്ന് ആദിമുതൽ വചനമായ ദൈവമാണ്. അവിടുന്ന് ജഡമായിത്തീരുകയും നമ്മുടെ ഇടയിൽ പാർക്കുകയും ചെയ്തു. ഈ മനുഷ്യൻ ക്രിസ്തു യേശുവാണ്. പത്രോസ് എന്താണ് പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോസ്തലനായ പൗലോസിന്റെ കാര്യം എങ്ങനെയാണ്? അവിടുന്ന് ദൈവരൂപത്തിലുള്ളവനാണ്. അവിടുന്ന് സർവശക്തരായ ദൈവമാണ്. യേശു ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെക്കുറിച്ചുള്ള വിവിധ ഭൗതിക വശങ്ങൾ പ്രദർശിപ്പിച്ചുവെങ്കിലും മുൻകാല സഭയിലെ ശിഷ്യന്മാരും വിശ്വസ്തരായ ജനവും യേശുക്രിസ്തു ദൈവം തന്നെയാണെന്ന് തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്തു. അവിടുത്തെ നിസ്സഹായനായി കൊണ്ടുപോയി ശക്തിയില്ലാത്തവനായി കാണപ്പെട്ടു. എന്നിട്ടും മുൻകാല സഭയിലെ വിശുദ്ധന്മാർ ഇങ്ങനെ പറഞ്ഞു: അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളേണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി. തന്നെത്താൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. മുൻകാല സഭയുടെ ചരിത്രത്തിലൂടെ അവർക്ക് ക്രിസ്തുവിനെക്കുറിച്ച് ഉണ്ടായിരുന്ന മനസ്സിലാക്കലിന്റെയും തിരിച്ചറിവിന്റെയും മാതൃക നമുക്ക് കാണാൻ കഴിയും. ഈ യുഗത്തിൽ ദൈവത്തിന്റെ ആടുകളായ നാം ദൈവത്തിന്റെ ശബ്ദം ശരിയായി മനസ്സിലാക്കുകയും ദൈവം നമുക്കുവേണ്ടി ഒരുക്കിയിട്ടുള്ള നിത്യസ്വർഗരാജ്യത്തിന്റെ അവകാശം സ്വീകരിക്കുകയും വേണം.
എത്രയധികം അംഗങ്ങൾ വരുന്നുവോ അത്രയധികം ജാതികളോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അത്രയധികം വിവിധ സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്തുതന്നെയായാലും നമ്മുടെ പിതാവും മാതാവും ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. പിതാവും മാതാവും നമ്മുടെ നിത്യപിതാവും നിത്യമാതാവാണ്. ലോകത്തിലെ ജനങ്ങൾ എത്രത്തോളം നമ്മെ അപകീർത്തിപ്പെടുത്തിയാലും നമ്മുടെ ആത്മാക്കൾക്ക് ജന്മം നൽകുകയും ഇപ്പോൾ നമ്മെ ഉയിർപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ സ്വർഗീയ പിതാവും മാതാവും എന്ന വസ്തുതയെ അത് മാറ്റുന്നില്ല. നമുക്ക് മത്തായി അധ്യായം 11 വാക്യം 2 നോക്കാം. യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ടു തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. അവിടുന്ന് എങ്ങനെയിരുന്നാലും അല്ലെങ്കിൽ ഏതുതരം ചുറ്റുപാടുകളിൽ പ്രത്യക്ഷപ്പെട്ടാലും അവിടുന്ന് ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. ചെറിയ രീതിയിൽ പോലും ആളുകൾ യേശുവിനെ അപകീർത്തിപ്പെടുത്തിയപ്പോൾ, കർത്താവേ, ഞങ്ങൾ അവരെ നശിപ്പിക്കേണ്ടതെന്നു ആകാശത്തുനിന്നു തീ ഇറക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്ന് യോഹന്നാനും യാക്കോബും ചോദിച്ചു. ഇങ്ങനെയാണ് അവർ യേശുവിനെ ബഹുമാനിക്കുകയും അവിടുത്തെ അമൂല്യനായി കണക്കാക്കുകയും ചെയ്തത്. പത്രോസിന്റെയും പൗലോസിന്റെയും കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. അതായിരുന്നു മുൻകാല സഭയെ നയിച്ച സുവിശേഷത്തിലെ എല്ലാ പ്രവാചകന്മാരും നടന്നിരുന്ന വിശ്വാസത്തിന്റെ പാത. അവൻ ഒരു തച്ചന്റെ മകനല്ലേ? നീ ക്രിസ്തുവാണെങ്കിൽ എന്തുകൊണ്ട് ക്രൂശിൽ നിന്നു ഇറങ്ങിവരുന്നില്ല? അവരുടെ അപമാനങ്ങളും ഉണ്ടായിരുന്നിട്ടും ക്രിസ്തു നിശബ്ദനായിരുന്നു. കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെപ്പോലെയും അവൻ വായി തുറക്കാതിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അത് അവിടുന്ന് ശക്തിയോ അധികാരമോ ഇല്ലാത്തതുകൊണ്ടായിരുന്നു? ഒരിക്കലുമല്ല. നമ്മുടെ രക്ഷയ്ക്കുവേണ്ടി മാത്രമായിരുന്നില്ലേ അവിടുന്ന് പ്രവചനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചത്? ഇതെല്ലാം നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും നിമിത്തമാണ്. നമ്മുടെ പാപങ്ങൾ ചുമക്കാൻ ദൈവം ജഡത്തിൽ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ദൈവം ഇപ്പോഴും ഭൂമിയിലായിരിക്കുമ്പോഴും നാം ദൈവത്തെ ശരിയായി തിരിച്ചറിയുകയും സ്വീകരിക്കുകയും വേണം. ദൈവം നമ്മുടെ അടുത്തായിരിക്കുമ്പോൾ നാം ദൈവത്തെ വിലയേറിയതായി കണക്കാക്കണം. നമ്മോടുകൂടെ വസിക്കുന്ന ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് ഇനിയും സമയമുണ്ടെങ്കിലും സക്കേവൂസ്, മറിയം, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ പോലെ നമുക്ക് നമ്മുടെ ദൈവത്തെ ബഹുമാനിക്കാം. നാം എല്ലാവരും നമ്മുടെ ദൈവത്തിന് കൂടുതൽ മഹത്വവും ബഹുമാനവും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.